ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിളായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അര കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര്. തൈരിന്റെ പുളി അനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അര ടീസ്പൂൺ പഞ്ചസാര, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അര കപ്പ് ചിരകിയ നാളികേരം, അര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം വേണ്ടി വന്നാൽ ചേർത്തോളോട്ടാ. ദോശമാവിന്റെ പാകത്തിനാണ് വേണ്ടത്. അരച്ച മാവ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഈ മാവ് 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ദോശ ഉണ്ടാക്കാട്ട. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. അപ്പോൾ ബേക്കിംഗ് സോഡയുടെ ആവശ്യം വരില്ല. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആവാറായി. ചട്നി ഉണ്ടാക്കിയതിന് ശേഷം ഈ ദോശ റെഡിയാക്കാം. 10 ചെറിയ ഉള്ളി എടുത്ത് ഒരു ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചുവന്ന മുളക്, 6-7 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത ഉള്ളി വെളുത്തുള്ളിക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചു വെച്ച ചട്നി മാറ്റി വെക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് ചെറിയ ജീരകം, അരച്ചു വെച്ചേക്കണ ചട്നി ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ചേർക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വറുത്തിടുമ്പോൾ തന്നെ ഇട്ടോളോട്ടാ, ഞാൻ മറന്നു പോയതാണ്. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് 5 മിനിറ്റ് എങ്കിലും നല്ലോണം തിളപ്പിക്കണം കേട്ടോ. നമ്മൾ അരച്ചതിൻ്റെ പച്ച സ്വാദ് പോവാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലോണം തിളച്ചതിന് ശേഷം ചട്നിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചട്നിക്ക് എത്ര വെള്ളം ചേർക്കണോ അത്രയും സ്വാദ് ഉണ്ടാവും കേട്ടോ. നല്ല കട്ടീനെക്കാട്ടിലും ലൂസായിട്ടുണ്ടെങ്കിലേ ടേസ്റ്റ് കൂടുള്ളൂ. തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. വെള്ളം ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ദോശ റെഡിയാക്കാം. കുറേശ്ശെ ഒന്ന് ആയതിന് ശേഷം സൈഡിലൊക്കെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മറിച്ചിടാം. ഒരു ദോശ റെഡിയായിട്ട് ഇട്ടാൽ ബാക്കിയുള്ള മാവ് മുഴുവൻ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ മാവ് അരച്ചിട്ട് ദോശ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര സോഫ്റ്റാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.